സുന്ദരമായൊരു കേരളത്തിൽ കേളി കേട്ടൊരു ജില്ലയതുണ്ട്. അതാണ് മനിതരെ മലപ്പുറം എന്നൊരു സുന്ദര നാട്. എല്ലാ മാനവ മൈത്രിയും ഉൾക്കൊള്ളുന്ന മലപ്പുറം നാട്. സുന്ദരമായൊരു കേരളത്തിൽ കേളി കേട്ടൊരു ജില്ലയതുണ്ട്. അതാണ് മനിതരെ മലപ്പുറം എന്നൊരു സുന്ദര നാട്. എല്ലാ മാനവ മൈത്രിയും ഉൾക്കൊള്ളുന്ന മലപ്പുറം നാട്. അക്ഷരമാല പിറന്നൊരു നാട്, തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ചൊരു നാട്. ജ്ഞാനപാനം എഴുതിയ പൂന്താനം നമ്പൂതിരിയും പിന്നെ മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടും മലപ്പുറം ജില്ലയിൽ. സുന്ദരമായൊരു കേരളത്തിൽ കേളി കേട്ടൊരു ജില്ലയതുണ്ട്. അതാണ് മനിതരെ മലപ്പുറം എന്നൊരു സുന്ദര നാട്. എല്ലാ മാനവ മൈത്രിയും ഉൾക്കൊള്ളുന്ന മലപ്പുറം നാട്. കോൽക്കളിയും കഥകളിയും പിന്നെ മാർഗം കളിയും കാൽപന്ത് കളിയും ഒപ്പന കൊട്ടും ഓട്ടം തുള്ളലും ഒരുപാട് കായിക സംസ്കാരം നിറഞ്ഞൊരു നാട് മലപ്പുറം മികവുറ്റ നാട്. സുന്ദരമായൊരു കേരളത്തിൽ കേളി കേട്ടൊരു ജില്ലയതുണ്ട്. അതാണ് മനിതരെ മലപ്പുറം എന്നൊരു സുന്ദര നാട്. എല്ലാ മാനവ മൈത്രിയും ഉൾക്കൊള്ളുന്ന മലപ്പുറം നാട്. മനുഷ്യ സ്നേഹം പഠിപ്പിക്കും നാട്, വിദ്യാരംഗത്ത് ഉയർന്നൊരു നാട്. വർഗീയതയുടെ വിത്തുകൾ ഈ മണ്ണിൽ മുളക്കാത്ത നാട്. ഇവിടെ സ്നേഹവും ഐക്യവും ധർമ്മവും കാരുണ്യം ചൊരിയും നാട്. മലപ്പുറം ജില്ല ലോകമാകെ പ്രസക്തിയിൽ മുൻനിരയിൽ നിൽക്കുന്നു. അതു തകർക്കാൻ ഒരുവനും ഇവിടെ തൂനിഞ്ഞിടേണ്ട. അതും ഇതും പറഞ്ഞിട്ട് ആരും ഇവിടം തകർക്കാൻ നോക്കിയിടേണ്ട. സുന്ദരമായൊരു കേരളത്തിൽ കേളി കേട്ടൊരു ജില്ലയതുണ്ട്. അതാണ് മനിതരെ മലപ്പുറം എന്നൊരു സുന്ദര നാട്. എല്ലാ മാനവ മൈത്രിയും ഉൾക്കൊള്ളുന്ന മലപ്പുറം നാട്. സുന്ദരമായൊരു കേരളത്തിൽ കേളി കേട്ടൊരു ജില്ലയതുണ്ട്. അതാണ് മനിതരെ മലപ്പുറം എന്നൊരു സുന്ദര നാട്. എല്ലാ മാനവ മൈത്രിയും ഉൾക്കൊള്ളുന്ന മലപ്പുറം നാട്.